ചന്ദ്രേട്ടൻ്റെ ചായക്കട കുറേ വർഷമായിട്ട് ഈ ഒരു പേര് ഇങ്ങനെ കേൾക്കാണ് കേട്ടോ. പക്ഷേ ഇതുവരെ പോകാനൊരു അവസരം കിട്ടിയിട്ടില്ല. ഇത്തവണ കാലിക്കറ്റിൽ നിന്ന് വരുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് റോഡിൽ ബോർഡ് കണ്ടപ്പോൾ അപ്പം തന്നെ അവിടെ ചവിട്ടി നമ്മളിത് അങ്ങോട്ടേക്ക് പോവാണ്. ഈ വഴിയൊക്കെ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി. കാരണം കുറേ വ്ളോഗിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു വഴിയൊക്കെ. പണ്ടത്തെ ആ ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ, നാട്ടിൻപുറത്തുള്ള ആ ഒരു വൈബാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. അപ്പോൾ അതേ നമ്മൾ ചന്ദ്രേട്ടൻ്റെ ചായക്കട എത്തി. നമ്മൾ ഏകദേശം ഊണിൻ്റെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു നാടൻ സെറ്റപ്പാണ് കേട്ടോ. നല്ല കാറ്റും വെളിച്ചമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു വൈബ്. അപ്പം നമ്മൾ ചോറിൻ്റെ സമയം ആയതുകൊണ്ട് ചോറാ വാങ്ങിച്ചത്. എനിക്ക് ശരിക്കും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെന്തായാലും പറ്റിയില്ല. അപ്പോൾ എന്തായാലും ചോറും നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ട്, ഈ മീനിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മസാലയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ചോറിൻ്റെ കൂടെ വിളമ്പിയ സാമ്പാറും മീൻകറിയും സൈഡ് ഡിഷസ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മീൻ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മീൻ മുട്ടയും കൂന്തലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മസാല അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പോയത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ മീനുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. എനിക്ക് ചെമ്മീനും കൂടെ കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ നല്ല സാമ്പാറും മീനൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. നമ്മൾ വയനാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു ബോർഡ് കണ്ടിട്ട് കയറിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പായസം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. മക്കൾ രണ്ടുപേരും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും പായസം വാങ്ങിച്ചു കൊടുത്തു. പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എക്സ്ട്രാ പേയ്മെൻറ്റ് എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത്. കുറേ ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ എന്തായാലും നമ്മൾ വന്ന് ട്രൈ ചെയ്തു. കുഴപ്പമില്ല, ഒരു വട്ടമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീമും പിന്നെ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ തിരിച്ച് വണ്ടിയിൽ വന്നു. അപ്പോൾ ബാക്കി വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.